മണി 11 എന്താ താമസിച്ചത്? താമസിച്ചു. കുട്ടി എന്താ ഇവിടെ കിടത്തിയിരിക്കുന്നത്? മീനുകുട്ടിക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് ഒരേ നിർബന്ധം. മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല. മനുഷ്യൻ ടയർഡായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതിനെന്നാ, കൊച്ചുകൂടെ കിടന്നോളൂ. വേണ്ട, അതൊരു ശീലമാക്കണ്ട. എടുത്ത് മോളിൽ കൊണ്ടുപോയി കിടത്ത്. ഇന്നിവിടെ കിടക്കട്ടെ, ശ്രീദേവി ഉറക്കായി കാണും. നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം. എന്നെ റോഹിച്ചത് ശ്രീദേവി എന്ത് വിചാരിക്കും? ഞാൻ എന്നായിട്ടാ റോഹിച്ചൻ എന്നോട് ഈ ദേഷ്യം? ശ്രീദേവി, ഞാൻ വിചാരിച്ചു രാജേട്ടനാണെന്ന്. മോള് കരഞ്ഞോ? ചെറുതായിട്ട്. ഷൈനി നല്ല ഉറക്കമാ, അതാ ഞാൻ കൊണ്ടുവന്നു. കൃഷ്ണ, താൻ എവിടെ പോയി കിടക്കായിരുന്നു? താങ്കൾ അതാ പറയരുത്. ഓ തന്നെ സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്താന്ന് പറ. സാറിന്നലെ താമസിച്ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന് സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? കാര്യം എന്നാന്ന് പറയാതെ പോകണ്ട. എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ? റോഹിച്ച, എന്തൊക്കെയാ പറയുന്നേ? റോഹിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. റോഹിച്ച, റോഹിച്ച, റോഹിച്ച. ഷൈനി, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ കരഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റോയിച്ചിനുമ എന്തെങ്കിലും? എന്നാന്നറിയില്ല, 2 ദിവസമായിട്ട് റോയിച്ചിന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഏയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാകുന്ന നല്ലതാ. അതൊന്നും അല്ല, റോയിച്ചിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ ഉണ്ട്. റോയിച്ചിന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പണങ്ങാൻ പോകുന്നത്? ഇത്ര തെല്ലി മാറ്റസ് കഴിവതും ഒഴിവാക്ക. കരയല്ലേ, വാ വാ.
രാജേട്ടൻ എന്താ എത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോൾ ഒരു ഫോൺ അങ്ങ് ചെയ്തോടായിരുന്നോ? രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ? ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്? ബീച്ചിൽ പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നെന്നറിയോ? മോളവിടെ താഴെ ഉണ്ട്. ഏത് നേരം നോക്കിയാൽ അവളെവിടാ? പോയി വിളിച്ചോളൂ അവളെ. നീ പോണ്ട, കാർത്തേനമ്മ വിട്ടാ മതി. കാർത്തേനമ്മേ, ഞാൻ ചെന്നില്ലെങ്കിൽ അവള് വരില്ല. നീ എന്തെങ്കിലും അവൾ വരത്തില്ലേ? വരുമെന്ന് ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തിട്ടാ. എന്തോ നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട. അറിയല്ലേ നമുക്ക് നിന്റെ ആന്റി കിടത്തവളെ. ഇല്ലാത്തൊരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി. ഷൈനി, ഷൈനി, റോയ്ച്ചൻ എവിടെ? മോളി എന്ന്? ഇന്നലെ രാത്രി കാർത്തികനിയമാവെന്ന് മോളെ അടുത്തന്നെ റോയ്ച്ചൻ വല്ലതും പറഞ്ഞോ? ഇല്ല. എന്ന്? എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്. ആകെ ദേഷ്യായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാനിട്ടാ, എന്നോട് മോളിലേക്ക് വരരുതെന്ന് റോഹിച്ചൻ പറഞ്ഞിരിക്കുന്നു. അതെന്താ? റോഹിച്ചന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. എന്തോ ഷൈന ഇങ്ങനെ? എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് റോഹിച്ചനോട് ചോദിക്കാൻ പോവാ. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. ഞാനിതൊന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചല്ലേ? ഇവിടെ എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് പതുക്കെ പറ റോഹിച്ച, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ. ഇനി അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ പറയാൻ വെച്ചിരിക്കാൻ ഞാൻ എന്നാ തെറ്റ് ചെയ്തേ? എന്റെ ഭാര്യ 100% വിശ്വസ്തയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത്. റോഹിച്ചിന്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ മോളിൽ പോകുന്നതും രാജേട്ടനോട് സംസാരിക്കുന്നതും എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവെന്ന നിലയ്ക്കാം, അല്ലാതെ റോഹിച്ചൻ പറഞ്ഞ തരത്തിലല്ല. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. റോഹിച്ചിന്റെ മനസ്സ് മുഴുവൻ കോംപ്ലക്സാ, അസൂയ. അതെ, ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്ഥിതി ഒന്നും എനിക്കില്ല. റോഹിച്ചന് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. എന്റെ മനസ്സ് മുഴുവൻ റോഹിച്ചന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് റോഹിച്ചൻ എന്നോട് മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട റോഹിച്ച, ഇനി നമ്മളൊന്നും ശരിയാവില്ല. റോഹിച്ചനെന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ പോകും, എനിക്കറിയാം. നിനക്ക് കുറ്റബോധമുണ്ട്. നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. രാജേട്ടൻ എന്താ എങ്ങനെ സംസാരിക്കുന്നു? ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ബാങ്കിന്റെ ആവശ്യത്തിന് മണിപ്പാൽ വരെ പോവുകയാണ്. നീ മോള് വീട്ടിലേക്ക് പോയിരിക്കോ? അതെന്താ പെട്ടെന്നൊരു പ്രോഗ്രാം? പിന്നെ നിന്റെ സൗകര്യത്തിനാണോ ബാങ്കിന്റെ കോൺഫറൻസ് വെക്കുന്നത്? ഞാനെങ്ങും പോകുന്നില്ല. രാജേട്ടൻ പോയിട്ട് വന്നാൽ മതി. വേണ്ട, ഞാൻ ഇല്ലാതെ നീ ഇവിടെ നിൽക്കണ്ട. രാജേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഞാനിവിടെ തനിച്ച് നിന്നിട്ടുണ്ടല്ലോ. അതന്നല്ലേ? പക്ഷെ ഇപ്പൊ വേണ്ട. നീ പോകാൻ റെഡിയാവും? ഇല്ല, ഞാൻ എവിടെയും പോവില്ല. രാജേട്ടൻ എന്തോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയണം. കൂടുതലൊന്നും നീ അറിയണ്ട. മമ്മി എന്തിനാ കരയുന്നേ?